എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് ഒമാനിലുള്ളവർക്ക് അവരുടെ ഇലക്ട്രിസിറ്റി ബില്ല് എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് എല്ലാവരും അവരുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ സർവീസസ് എന്ന പേരിലൊരു ആപ്ലിക്കേഷൻ കാണാൻ കഴിയും. നമ സർവീസസ് എന്ന ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇങ്ങനൊരു അക്കൗണ്ട് കാണിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അതിൻ്റെ അകത്ത് യൂസർ അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യാം. അല്ല, നിങ്ങൾ അതിൻ്റെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് യൂസർ നെയിമോ ഫോർഗോട്ട് പാസ്വേഡ് കൊടുത്ത് അത് റീസെറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ നൗ കൊടുത്തിട്ട് നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങൾക്ക് വേണ്ട ഒരു യൂസർ നെയിമും പാസ്വേഡ്, അതേപോലെ ഒരു പാസ്വേഡ് കൺഫേം ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഏതാണോ കൊടുത്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പറിലേക്കൊരു പാസ്വേഡ്, ഒരു OTP വരും. OTP അടിച്ച് കൊടുത്തിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഞാൻ ഇപ്പോൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ യൂസർ നെയിം പാസ്വേഡും കൂടെ അടിച്ചു കൊടുക്കുകയാണ്. ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് എൻ്റെ സ്ക്രീൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ പ്രീപെയ്ഡ് സർവീസ്, അതുപോലെ ഇവിടെ പോസ്റ്റ് പെയ്ഡ് സർവീസ്. നമുക്കറിയാം നമ്മ ഇലക്ട്രിസിറ്റി നമുക്ക് പ്രീപെയ്ഡ് ഉള്ള ഓപ്ഷനുണ്ട്, പോസ്റ്റ് പെയ്ഡായിട്ട് മന്ത്ലി ബില്ല് വരുന്നൊരു ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രീപെയ്ഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട്, നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഈ പ്രൊഫൈലിൽ നിങ്ങളുടെ അക്കൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈ അക്കൗണ്ടിൽ വരിക, ആഡ് അക്കൗണ്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഏത് കണക്ഷനാണോ, പോസ്റ്റ് പെയ്ഡ് ആണോ പ്രീപെയ്ഡ് ആണോ എന്ന് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഇലക്ട്രിസിറ്റി അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്യുക. സെലക്ട് സർവീസ് പ്രൊവൈഡർ നമ്മൾ സപ്ലൈ തന്നെയാണ്. സെലക്ട് കസ്റ്റമർ ടൈപ്പ് എന്നുള്ളതിൽ നിങ്ങൾ ഓണറാണോ അതോ വാടകയ്ക്ക് താമസിക്കുകയാണോ എന്നുള്ളതനുസരിച്ച് സെലക്ട് ചെയ്യുക. വാടകക്കാരനാണെങ്കിൽ ടെനൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ടിന് പേര് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഈ അക്കൗണ്ട് നിങ്ങളുടെ താമസ സ്ഥലത്ത് ഉള്ള ഇലക്ട്രിസിറ്റി ബില്ലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലായിരിക്കാം. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് പേരാണ് കൊടുക്കുന്ന പേര് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം. ഓൾ അക്കൗണ്ട് ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിതിൽ ആഡ് ചെയ്തിട്ടുള്ള മുഴുവൻ അക്കൗണ്ടിൻ്റെ പേരുകളും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഓൾ അക്കൗണ്ട് എടുത്തിട്ട് നോക്കി നിലവിൽ എൻ്റെ കണ്ടോ, ഞാൻ ഓരോന്നിനും ഓരോ പേര് കൊടുത്തേക്കാണ്. ഇബ്രാ ക്യൂടെക് 22, റൂബി അക്കോമഡേഷൻ 32, 31. ഓരോ ഫ്ലാറ്റിലെ നമ്പർ ഞാൻ ഓൾറെഡി ഇവിടെ ആഡ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നതുപോലെ നിങ്ങൾ ആഡ് ചെയ്ത അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അക്കൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം ബാക്ക് വരിക. അതിനുശേഷം നിങ്ങൾക്ക് ഈ അക്കൗണ്ട് റീചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ റീചാർജ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. സെലക്ട് പ്രീപെയ്ഡ് ID എന്നുള്ളിടത്തിൽ നിങ്ങൾ ഓൾറെഡി നേരത്തെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള അക്കൗണ്ട് നമ്പറിൻ്റെ ലിസ്റ്റ് ഇതിൻ്റെ അകത്ത് കാണിക്കും. ആ നമ്പർ സെലക്ട് ചെയ്യുക. ഞാൻ അപ്പോൾ 1314305 എന്നുള്ള നമ്പർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് അതിൻ്റെ അടിയിൽ നോക്കുക. കറൻറ്റ് ബാലൻസ് ഓൾറെഡി 17.673 അതിൻ്റെ അത് കാണിച്ചിട്ടുണ്ട്. കറൻറ്റ് ഔട്ട്സ്റ്റാൻഡിങ് 0 ആണ്. അക്കൗണ്ടൻറ്റ് സ്റ്റാറ്റസ് നിലവിൽ കണക്റ്റഡ് ആണ്. ബാലൻസ് തീർന്നു കഴിയുമ്പോൾ കണക്റ്റഡ് എന്നുള്ള സ്റ്റാറ്റസ് അത് ഡിസ്കണക്റ്റഡ് ആയിട്ട് മാറും. നമുക്ക് 5 രൂപ മുതൽ മേളിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, 200 രൂപ വരെ ചാർജ് ചെയ്യാം. ഞാനൊരു 10 റിയാൽ ചാർജ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. എമൗണ്ട് സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു. സബ്മിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു 5 പൈസ വാറ്റ്, 10 പൈസ ടാക്സ്, മുനിസിപ്പൽ ഫീസ് എന്ന് പറഞ്ഞ് 200 പൈസയൊക്കെ വരുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പേ വിത്ത് ന്യൂ കാർഡ് കൊടുക്കുക. നമ്മുടെ ബാങ്ക് മസ്കറ്റിൻ്റെ കാർഡ് ആണ് ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും കാർഡാണെന്നെങ്കിലും താഴെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV എല്ലാം കൊടുത്ത് മേക്ക് പേയ്മെൻറ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. OTP അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റീചാർജ് സക്സസ്ഫുള്ളാണ്. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇതൊരു ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ റീചാർജ് ചെയ്യുന്നില്ല. അതേപോലെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ താഴെ നോക്കി ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ സെലക്ട് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ
നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ പ്രീപെയ്ഡ് റീചാർജ് ചെയ്തതിൻ്റെ ഹിസ്റ്ററി കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്ന അക്കൗണ്ട് നമ്പർ നോക്കും. നവംബർ 2 ഓൾറെഡി 1.55 20 റിയാലിന് റീചാർജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒക്ടോബർ 19 10/8 രാത്രി 10:08 15 റിയാലിന് റീചാർജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ റീചാർജ് ചെയ്യുന്നതിൻ്റെ ഫുൾ ഹിസ്റ്ററി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീചാർജിൽ വന്നിട്ട് ക്വിക്ക് പേ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക. 614303 അങ്ങനെ എന്താ വെച്ചാൽ അക്കൗണ്ട് നമ്പർ നിങ്ങൾ അടച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഡയറക്റ്റ് അത് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്ര രൂപ ബാലൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് അതൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് പോസ്റ്റ് പെയ്ഡിൽ വന്നിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് പെയ്ഡിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേയ്മെൻറ്റ് സർവീസ് മൈ അക്കൗണ്ടിൽ വരാം, ആഡ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. ഈ പറഞ്ഞ ഇതിൽ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. അതുപോലെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തേക്കുന്ന അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പോസ്റ്റ് പെയ്ഡിൻ്റെ അകത്ത് നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആഡ് ചെയ്തേക്കുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ് പോസ്റ്റ് പെയ്ഡിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പിലായിട്ട് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൻ്റെ ബില്ലൊന്നും ഇല്ല, ബില്ല് 00 ആണ്. പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ ബില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കാണിക്കും. അത് നമ്മളവിടെ പേ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കാണിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ അക്കൗണ്ട് നമ്പർ 0MR ആണ്. നമ്മൾ എന്ത് ചെയ്യാം, അത് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര എമൗണ്ടാണ് നമുക്ക് പേ ചെയ്യേണ്ടത് അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ATM നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പോസ്റ്റ് പെയ്ഡിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് വ്യൂ ബില്ല് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ അവർ കാണിക്കുന്നുണ്ടോ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ഡസ് നോട്ട് മാച്ച് വിത്ത് ദിസ് അക്കൗണ്ട് നമ്പർ. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഈ കണക്ഷൻ എടുക്കുന്ന സമയത്ത് രജിസ്റ്റർ ചെയ്തേക്കുന്ന മൊബൈൽ നമ്പർ വെച്ചിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ മാത്രമാണ് പോസ്റ്റ് പെയ്ഡിൽ നമുക്ക് കൃത്യമായിട്ട് ബില്ല് കാണാൻ പറ്റുള്ളൂ. പ്രീപെയ്ഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണിത്. പോസ്റ്റ് പെയ്ഡ് നമുക്ക് ഇതോടെ ജസ്റ്റ് അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്യാം, ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാം. ഇതാണ് നമുക്ക് പോസ്റ്റ് പെയ്ഡിൻ്റെ കേസിൽ ചെയ്യാൻ പറ്റുന്നത്. പ്രീപെയ്ഡിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നതുപോലെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും ഷെയറായും ലൈക്കായും ചെയ്യാൻ മറക്കരുത്.